16:19. നിയമാവർത്തനം 16:19. നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. പറഞ്ഞേ, നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. അപ്പം ദൈവത്തിൻ്റെ ഒരു നീതിയാണല്ല നമ്മുടെ ലോകത്ത് നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? അതിനകത്ത് പക്ഷപാതം ഇല്ല. ദൈവത്തിൻ്റെ ഒരു നീതിയാണ് നമ്മൾ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനകത്ത് പക്ഷപാതം ഇല്ല. പക്ഷേ റബേക്കയ്ക്ക് ഒരു പക്ഷപാതമുണ്ട്. ആരോടാണ്? യാക്കോബ്. റബേക്കയുടെ പക്ഷപാതമാണ് ഈ ഇളയ മകൻ നാടുവിടേണ്ടി വന്നത് കാര്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഉടമ്പടി എടുത്തവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പക്ഷപാതം ദൈവത്തിൻ്റെ മനസ്സിന് യോജിക്കുന്നതല്ല. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് യേശാവ് രോമാവൃതമുള്ള മനുഷ്യനാണ്. മുട്ടാണ്ടിനെ പോലെ കുറേ രോമമുള്ള ആളാണ്. യേശാവിൻ്റെ രോമക്കുപ്പായം അവിടെ കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഇവർ യാക്കോബിനെ ധരിപ്പിച്ച് കെട്ടിയൊക്കെ വെച്ച്, എന്നിട്ട് ആലയിൽ പോയി ഒരു ആടിനെ എടുത്ത് പാസ്സാക്കി അപ്പമൊക്കെ ഇട്ട് കൊണ്ടുവന്ന് യാക്കോബ് കൊണ്ടുവന്ന് അപ്പന് കൊടുത്തു. അപ്പൻ ചോദിക്കുന്നുണ്ട്, കണ്ണു കാണാൻ പാടെങ്കിൽ ചോദിക്കുന്നുണ്ട്, ആരാണത്? അപ്പൻ്റെ മകൻ യേശാവാണ്. അപ്പോൾ ഉടനെ നീ ഇങ്ങനെ അടുത്ത് വരാൻ പറയും. കണ്ണു കാണാൻ പാടില്ല. അടുത്ത് വന്നിട്ട് ഉടനെ യാക്കോബ് ഇസഹാക്ക് പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഭയങ്കര സംഭവമാണ്. കർത്താവിൻ്റെ വയലിൻ്റെ മണം, അത് നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. ദൈവസ്നേഹമുള്ളവർ, കർത്താവിൻ്റെ വയലിൻ്റെ മണമെന്ന്. അപ്പോൾ ഈ ദൈവമായിട്ട് എന്തൊരു ബന്ധമാണ് ആ മനുഷ്യന്. വയലിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പോരെ, അല്ലേ? യേശാവിനെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ അന്തർഗതം എന്താണ്? കർത്താവിൻ്റെ വയലിൻ്റെ മണം. കർത്താവിൻ്റെ വയലിൻ്റെ മണം. കർത്താവിൻ്റെ വയലിൻ്റെ മണമെന്ന് പറഞ്ഞ കാര്യം വയലിൻ്റെ മണമെന്ന് പറഞ്ഞാൽ പോരെ. ഇതാണ് ആധ്യാത്മികത എന്ന് പറയണത്. എന്ത് കിട്ടിയാലും കർത്താവിൻ്റെ കൂടെ ചേർത്ത് പറയും. വൈഫായാലും മക്കളായാലും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റായാലും കിട്ടുമ്പോൾ ഞാൻ അധ്വാനിച്ച് ഞാൻ രാത്രി വരെ ഉറക്കം നിന്ന് വാങ്ങിച്ചെന്നില്ല. കർത്താവ് തന്ന മാർക്ക് ലിസ്റ്റ് പ്രാർത്ഥിച്ച്, കർത്താവേ ദൈവമേ, എന്ത് കിട്ടിയാലും നിന്നെ ഓർത്ത് ഇസഹാക്കിനെ പോലെ നിന്റെ പേര് കൂട്ടി പറയാൻ എന്നെ എളിമപ്പെടുത്തി നീ നിന്റെ സ്വന്തമാക്കണമേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. സ്തുതികട്ടെ, സ്തുതികട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോൾ അതൊരു ആധ്യാത്മികതയുടെ ഒരു ആന്തരിക ബന്ധത്തിൻ്റെ ഒരു സൂചനയാണ്. ആത്മബന്ധത്തിൻ്റെ ഒരു സൂചനയാണ്. എന്ത് കിട്ടിയാലും കർത്താവിനെയും ചേർത്ത് പറയുന്നത്. പക്ഷേ അവസാനം യാക്കോബ് പറ്റിച്ച് അപ്പനെ, കണ്ണു കാണാൻ പാടില്ലാത്ത അപ്പനെ പറ്റിച്ചു. ഈ അപ്പന്മാരൊക്കെ പറ്റിച്ചവളുടെ കുഴപ്പം എന്താണെന്നറിയാം? കുഴപ്പം വർഷങ്ങളിൽ ഈ ദൈവം വാക്ക് പാലിക്കുന്ന പോലെ തന്നെയാണ്. ദൈവം 1000 തലമുറ വരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാണ്. നമ്മൾ വല്ല തരികിടയും കാണിച്ചാൽ 1000 കൊല്ലം വരെ അത് ഓർത്തിരിക്കുകയും ചെയ്യും. വെറുതെ എന്തിനാ പണി മേടിക്കണേ? ഈ യാക്കോബ് യേശാവിൻ്റെ അനുഗ്രഹമല്ല അടിച്ചു മാറ്റിയത്, അത് കാപട്യമല്ല കാണിച്ചത്. എത്ര കൊല്ലം കഴിഞ്ഞാണ് പിന്നെ ഈശോ വരുന്നത്? ഈശോ വരുമ്പോൾ നദാനിയനെ കാണുമ്പോൾ എന്താ പറയണത്? ലുക്ക യോഹന്നാൻ 1:47. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ഹല്ലേലൂയ, യോഹന്നാൻ 1:47.
നഥാനയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് പറഞ്ഞേ, നാഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അടി വരുന്ന വഴി കണ്ട, പണി വരുന്ന വഴി കണ്ട. എത്രയോ വർഷം കഴിഞ്ഞിട്ട് നാഥാനിയനെ കാണുമ്പോൾ ഈശോ പറയുകയാണ്, ഇതാ ഒരു ട്രൂ ഇസ്രായേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എന്ന് വെച്ചാൽ എന്താണ്? പഴയ യാക്കോബ്, പഴയ ഇസ്രായേൽ കാപട്യം പിടിച്ചവനായിരുന്നെന്ന്. ദൈവം മറക്കാത്ത കണ്ട, ക്ലിയർ അല്ലേ? ദൈവം മറക്കണില്ല എന്നുള്ളത് ആണ് വിഷയം. ഇത് വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങളിപ്പോൾ പഴയ കാലങ്ങളിൽ ഞാൻ കുമ്പസാരിക്കാതെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റി കൊടുക്കണേ. കമ്പ്യൂട്ടർ വല്ല കഥയുണ്ട, പണ്ടത്തെ കാര്യമൊക്കെ ഒന്ന് ഓർക്കണേ. ദൈവത്തിൻ്റെ ഓർമ്മയെന്ന് പോലും എടുത്തു കളയാൻ പറ്റുന്ന രീതിയിൽ ആത്മാവിലെ അനുതാപത്തിന് കണ്ണുനീര് തരാൻ പ്രാർത്ഥിക്കുക. പഴയകാല പാപങ്ങളാണെങ്കിലും വ്യർത്ഥുപേക്ഷിക്കാതിരിക്കുകയോ ഏറ്റുപറയാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അടുത്ത കുമ്പസാരത്തിൽ എൻ്റെ സഹോദരങ്ങൾ അത് ഏറ്റുപറയണം. അപ്പം നിങ്ങൾ ചോദിക്കൂ, ഞങ്ങൾ വി ആർ നോട്ട് കാത്തലിക്സ്, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, മനസ്സാക്ഷി എടുത്തേ, നിയമം നൽകപ്പെടാതിരിക്കെ മനസ്സാക്ഷി തന്നെയാണ് അവർക്ക് ദൈവത്തിൻ്റെ സ്വരമെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. കൃപയേണമേ അനുതാപം ഞങ്ങൾക്ക് നൽകേണമേ, അനുദപിക്കാം കൃപയേണമേ അനുതാപം ഞങ്ങൾക്ക് നൽകേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സാക്ഷി ദൈവത്തിൻ്റെ വചനം നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കർത്താവിൻ്റെ വെളിപ്പാട്, വചനത്തിൻ്റെ വെളിപ്പാട്. അതനുസരിച്ച് കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം. ഉടമ്പടി എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, ഇപ്പോൾ ഉടമ്പടിയിൽ ഇപ്പോൾ തന്നെ ഇന്നലെ ഒരു ഡോക്ടർ സാക്ഷി ഇട്ടിട്ടില്ലേ, ഗവൺമെൻറ് സർവീസിലുള്ളൊരു ഡോക്ടർ സാക്ഷി ഇട്ടിട്ടുണ്ട്. സാക്ഷ്യവിശേഷം ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ അവർ എന്താ പറയണത്, അവരതിൽ അവരുടെ വിശ്വാസം വിശുദ്ധി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കണ്ടേ. അതാണ് ഉടമ്പടിയിൽ നിങ്ങളെ പണ്ട് ഒരു അബോർഷൻ സംഭവിച്ച ആളാണെന്ന് വിചാരിച്ചോ? അത് പണ്ടത്തെ കാര്യമല്ലേ, അപ്പോൾ അത്രയും ഓർത്തില്ല എന്ന് നിങ്ങൾ എഴുതി തള്ളണ്ട. ദൈവം എഴുതി തള്ളിയാൽ മതി, സ്വന്തമായിട്ട് എഴുതി തള്ളാൻ നിൽക്കണ്ട ഇല്ലേ? സ്വന്തമായിട്ട് നമുക്ക് എഴുതാൻ തള്ളാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അനുദപിക്കാൻ പറ്റും. ബേബി കുര്യൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേബി കുര്യൻ എന്താ ചെയ്തിരിക്കണത്? കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് അനുദപിക്കുകയും ശിഷ്ടജീവിതം അയാൾ കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷണമായിട്ട് പുനഃക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് സത്യസന്ധമായിട്ട് ഉടമ്പടി മുന്നേറ്റം നടത്തുകയാണ്. എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മൾ സത്യസന്ധമായിട്ട് നഷ്ടം വന്നാലും ശരി, സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ വാക്ക് പാലിച്ച് ആ ഉടമ്പടി പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ നമുക്ക് സഹായം വരുമെന്ന് ഒരു പിടിയില്ല. എന്താ കാര്യം കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മനുഷ്യൻ ഇതുപോലെ ഒരു ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി ആരാധനയെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിതുപോലെ സാക്ഷ്യവിചാരണ എല്ലാ സമയത്തും നടത്തുമല്ലോ. എനിക്ക് അഭിഷേകമുള്ള സാക്ഷ്യങ്ങളെ നമുക്ക് അറിവുള്ള സാക്ഷ്യങ്ങളുണ്ടാകും, അഭിഷേകമുള്ള സാക്ഷ്യങ്ങളുണ്ടാകും. അപ്പോൾ അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ എന്നെ തോണ്ടും. ഈ കുഞ്ഞുങ്ങൾ അമ്മയെ തോണ്ടണ പോലെ തോണ്ടും ഇങ്ങനെ വന്ന്. അപ്പോൾ അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അഭിഷേകമുള്ള സാക്ഷ്യങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ റീസെറ്റ് ചെയ്ത് തരും. അപ്പോൾ യോഗ്യൻ്റെ സാക്ഷ്യം, ഇയാൾ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്ത് കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷമായിട്ട് ജീവിതം പുനഃക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ഓൺലൈനിലായി. ഇപ്പോൾ യാക്കോബിൻ്റെ പ്രശ്നം എന്താണ്? ദൈവം ഓൺലൈനിലായിട്ട് പുള്ളിക്ക് അറിയാൻ പറ്റില്ല. അതല്ലേ അയാൾ പറയണത് 28, 16, 17
അത് പറഞ്ഞേ, വായിച്ചേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 28:16. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. അതാണ് പ്രശ്നം. രണ്ടും രണ്ട് കേസായി മാറുകയാണ്. കർത്താവ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ടു മീ, ഇറ്റ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് മീ. കർത്താവ് ഉണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്, പക്ഷെ ഞാനത് അറിയുന്നില്ല. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് അറിയാത്തത്? കയ്യിരിപ്പ് കൊണ്ടാണേ. അയാൾ ആ അന്ധനായ അപ്പനെയും പറ്റിച്ചു, ചേട്ടൻ്റെ സ്വത്ത് അടിച്ചു മാറ്റി. അല്ല, ഇയാൾ അവിടെ നിന്ന് ഓടാൻ കാര്യം എന്താ? എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അപ്പനോട് ഏശാവ് കെഞ്ചനുണ്ട്, അപ്പാ ഒരു വരം പോലും ഇല്ല അപ്പാ അത് ചോദിക്കുന്നുണ്ട്. അപ്പം ഒന്നുമില്ല, എല്ലാം കൊണ്ടുപോയെന്ന്. അപ്പോൾ ഇവനിങ്ങനെ ചിരിക്കും, ഇങ്ങനെ അട്ടഹസിച്ച്. അത് സാറാ കേൾക്കും, അല്ല റബേക്ക കേൾക്കും. അപ്പാന്ന് ചോദിച്ചിട്ട് അവൻ കണ്ണീരടിച്ച് ചോദിക്കണം, അപ്പാ ഒരു വരം പോലും ഇല്ല എന്ന് ചോദിക്കും. അപ്പോൾ ഇസാക്ക് പറയും, ഒരു വരം പോലും ഇല്ല മോനെ, എല്ലാം അവൻ കൊണ്ടുപോയെന്ന് പറയും. അപ്പോൾ കരച്ചിൽ മാറ്റിയിട്ട് ഇവൻ അട്ടഹസിക്കും, എന്നിട്ട് ഇവൻ ചിരിക്കും. ആര് ചിരിക്കും? യേശാവ് ചിരിക്കും. യേശാവിൻ്റെ ചിരി റബേക്ക കേൾക്കും. എന്താ അവൻ ചിരിക്കാൻ കാര്യം? അവനെ കൊല്ലാമെന്ന് ഓർത്തപ്പോൾ അവന് സന്തോഷമായിരുന്നു. മനസ്സിലായില്ലേ? അവനെ ഒരു വരം പോലും ഇല്ലാതെ എന്നെ പറ്റിച്ചവനെ ഇന്ന് വൈകുന്നേരത്തോട് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് അവൻ ചിരിക്കണത്. കാര്യങ്ങൾ ബൈബിളിൻ്റെ പോക്ക് കണ്ട. ഇത് കേട്ടപ്പോൾ തന്നെ റബേക്ക കൈയോടെ യാക്കോബിനോട് പറഞ്ഞു, മകനെ ജീവനം കൊണ്ട് പോയിക്കോ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പറയാം, കൊന്നുകളയെന്ന് പറയും, ഇന്ന് രാത്രി നിനക്ക് തട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓടിപ്പോണ പാർട്ടിയാണ്. അപ്പനെയും പറ്റിച്ച് ചേട്ടനെയും പറ്റിച്ച് വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഓടിപ്പോകുന്നുണ്ടെങ്കിലും ദൈവം ഇവൻ്റെ കൂടെ പോകുന്നുണ്ട്. ദൈവത്തിരെ നീ ഓർക്കുക, നീ അശുദ്ധനായിരുന്നാലും അശുദ്ധിയായിരുന്നാലും നിൻ്റെ ദൈവം നിന്നെ കൈവിടാത്ത, നിൻ്റെ കൂടെ വരണ, ഏത് സാഹചര്യത്തിലും നിന്നെ രക്ഷിക്കാനൊരു പഴുത് കണ്ടാൽ നിന്നെ കോരിയെടുക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ കൈയിടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റി താരാട്ട് പാടും, മെല്ലെ ചാഞ്ചാടുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണു ദൈവം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ദൈവത്തോട് സ്നേഹം ഇതുപോലെ കൂടിയാൽ തന്നെ യു വിൽ ബി ബ്ലെസ്ഡ്. നമുക്ക് ബ്ലെസ്സിങ്സിൻ്റെ ഫോർമുല എന്താ? അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹത്തിൻ്റെ ഫോർമുല എന്താ? എന്ത് ലഭിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടണത്? എന്ത് കൂടുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടണത്, അല്ലെ കൃപ കിട്ടണത്? ഇറ്റ് ഈസ് ലവ് ഓഫ് ഗോഡ്, മച്ച് മോർ ദാൻ ദാറ്റ്. പിന്നെ എന്താ ഉള്ളത്? ഫെയ്ത്ത് ഓഫ് ഗോഡ്. 1 തിമോത്തി 1:14. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 തിമോത്തി 1:14. കർത്താവിന്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. ഇതാണ് 1 തിമോത്തി 1:14. ഒന്നിനെ പറഞ്ഞേ, കർത്താവിന്റെ കൃപ അവിടുത്തോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. അപ്പോൾ ദൈവാന്റെ അനുഗ്രഹം വരുന്ന വഴി എന്താണ്? ദൈവസ്നേഹം തന്നെയാണ്, അല്ലേ? ദൈവസ്നേഹം തന്നെയാണ്. അതുകൊണ്ട് അത് ആ ഫോർമാറ്റ് മാറത്തില്ലേ? അപ്പോൾ 13:35. അതുപോലെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. 14:23.
യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ദിസ് ഈസ് പ്രസൻസ് ഓഫ് ഗോഡ്. ഇതാണ് സാന്നിധ്യം. ഉടമ്പടിയുടെ പക്ക ഫോർമാറ്റ് എന്താണ്? അതായത് 14:23 എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും. അപ്പോൾ ഞങ്ങൾ അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ വചനം നിറവേറ്റുകയാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നിറവേറ്റണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം വേണം. ആ ദൈവത്തോടുള്ള സ്നേഹത്താൽ ദൈവത്തിൻ്റെ വചനം നിറവേറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? നെക്സ്റ്റ് എന്താണ്? ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. പക്ഷേ ഈ വാസമുറപ്പിക്കുമ്പോൾ എന്താ കുഴപ്പം? ഉൽപ്പത്തിയിൽ എന്താ പറയണത്? 28:16 കർത്താവിൻ്റെ സ്ഥലമാണിത്, കർത്താവ് ഇവിടെ ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു മീ. എനിക്കത് മനസ്സിലായില്ല. പാപത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? പാപാവസ്ഥയിലാണെങ്കിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ കുമ്പസാരിക്കണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം, പാപം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. മനസ്സിലായില്ലേ? കർത്താവ് ഉണ്ടായാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? നമുക്കത് അനുഭവവേദ്യമാകണം. കാര്യം ഉടമ്പടിയാണ് പ്രസൻസിൻ്റെ. ഇപ്പം ഒരു സാക്ഷ്യം ഉണ്ടായാലും അലീഷയുടെ സാക്ഷ്യം. അലീഷയുടെ പ്രശ്നം എന്താ? അലീഷയ്ക്ക് തലകുത്തി മറിഞ്ഞിട്ട് പോലും അവൾക്ക് വിസ പ്രോസസ്സിങ് നടക്കണില്ല. അപ്പോൾ അപ്പനും അമ്മയും എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആദ്യം അവരാണ്, അപ്പനും അമ്മയാണ് എടുത്തെന്ന് തോന്നുന്നത്. അതിനുശേഷം അലീഷ ഒരു പ്രൈവറ്റ് വിഷയം അവളുടേതായിട്ട് മാത്രം വന്നപ്പോൾ അവളും കൂടി ഉടമ്പെടുത്തിട്ട് ഇവർ ഉടമ്പടി ടൈറ്റായിട്ട് പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിശേഷം അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണമില്ലാത്ത ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുക്കുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അലീഷ ഈശോയോട്, അമ്മയോട് പറയും, അമ്മേ, അമ്മ ഉടമ്പടി അമ്മ തന്നെ പോകണം, സഞ്ചാരി മാതാവാണ്, അമ്മ തന്നെ പോയി എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യണം. അമ്മ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ എനിക്കിവിടെ കാനഡയിൽ അമ്മ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഇരുന്ന് അറിയണം. അതാണ് പ്രശ്നം. അപ്പോൾ ഉടനെ ഇവളിപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ പെട്ടെന്ന് വിളിച്ച് പറയും, അമ്മയോട് പറയും, എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത്, എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത്. അപ്പോൾ പറഞ്ഞ്, നിനക്കെങ്ങനെ അറിയാം? മുല്ലപ്പൂവിൻ്റെ മണം വന്നെന്ന്. അതാണ് വിഷയം. പറഞ്ഞ മനസ്സിലല്ലേ? എനിക്ക് സൈൻ തന്നിട്ടുണ്ട്, ഇപ്പം എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അമ്മ എൻ്റെ വിസ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിത്തിൻ നോ ടൈം ആ സ്റ്റാമ്പ് ചെയ്ത വിസ അവർക്ക് കിട്ടും. ശ്രുതികട്ടെ ഹല്ലേലൂയ. അമ്മയുടെ വലിയ സാമീപ്യത്തിനും നിൻ കൃപ മതി ഇത് ആത്മബന്ധത്തിൻ്റെ ഒരു വലിയ അനിർവചനീയമായ ഒരു അനുഭവ ലോകമാണ്. ബുദ്ധി കൊണ്ട് മാത്രം കാര്യങ്ങളെ സമീപിക്കുന്നവർക്ക് ഇതിൻ്റെ ABCD അറിയാൻ പറ്റത്തില്ല. ഈ വിശ്വാസത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വല്ലാത്ത സാധ്യതയാണ്. അതല്ലേ 1 തിമോത്തി 1:14 എന്താ വായിച്ചത്? കർത്താവിനോടുള്ള സ്നേഹത്തോടും പറഞ്ഞേ, കർത്താവിനോടുള്ള സ്നേഹത്തോടും വിശ്വാസത്തോടും ഒപ്പം ദൈവകൃപ എന്നിലേക്ക് ചൊരിയുന്നു. അപ്പോൾ ദൈവത്തോട് എന്തൊരു ബന്ധമുണ്ടായിട്ടാണ് ഇങ്ങനെ ബാർഗൻ ചെയ്യുക? അമ്മ തന്നെ പോകണം, എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യണം, അതെനിക്കിപ്പോൾ അറിയണം, എനിക്കിവിടെ വെച്ച് അറിയണമെന്ന് പറയും. അപ്പോൾ അറിയണമെന്ന് പറയാൻ വേണ്ടി മാത്രം ഇവർ തമ്മിൽ ആത്മബന്ധമുണ്ട്. ദൈവത്തോടൊരു ബന്ധമെന്ന് പറയണത്, നമ്മൾ എന്തിനാണ് രോഗികളെ പോയി കാണുന്നത്? നമ്മൾ എന്തിനാണ് പാവപ്പെട്ടവർക്ക് നമ്മുടെ നല്ല വസ്ത്രങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കണത്?
എന്തുകൊണ്ടാണ് സഹായിക്കാൻ പറ്റുന്ന മേഖലയെല്ലാം സഹായിക്കുന്നത്? ഓൺലി വൺ ബേസിസ്. എന്താണ്? ഈ 14:23 യോഹന്നാന്റെ സുവിശേഷം. റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 14:23 എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ വരുമ്പോഴേ, ഇപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ സത്യസന്ധത പുലർത്തി ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു ഒക്കെ വരുമ്പോഴേ ദൈവത്തിൻ്റെ രീതി എന്താ? ദൈവം വിശ്വസ്തനല്ലേ? നമ്മൾ 7:9 വായിച്ചില്ലേ നിയമാവർത്തനം. എത്ര കാലം കഴിഞ്ഞാലും ദൈവം വചനം പാലിക്കുന്നവരോട് ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പോൾ ഈ ബേബി കുര്യൻ്റെ വിഷയമല്ലേ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോഴേ ബേബി കുര്യൻ്റെ പ്രോബ്ലം എന്താണ്? 1,10,00,000 കടമാണ്. കടക്കാരെ കുരളിക്ക് പിടിച്ചിരിക്കുക. കുരളിയൻ തന്നെയല്ലേ നിങ്ങളൊക്കെ പറയണത്? ആലപ്പുഴ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേറെ വല്ലതും അവനോട് വിചാരിക്കുക. അതായത് കഴുത്തിന് പിടിച്ചിരിക്കുക, അനങ്ങാൻ പാടില്ല, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. കടവാണേ, കളിയല്ലേ. കച്ചവടമാണെങ്കിൽ ഉപ്പ് കുത്തിയിരിക്കുകയാണ്, 0 വരുമാനമാണ്. ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കിയേ. പക്ഷേ വേക്കുര്യൻ കൃത്യമാണ്. രണ്ടാമത് താൻ തന്നെ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. വൈഫിൻ്റെ ഉടമ്പടിയിൽ തനിക്ക് പങ്കെടുക്കാം, വേണ്ട വിധം പങ്കെടുക്കാൻ പറ്റാത്ത കാരണം പുള്ളിക്കാരൻ ഉടമ്പടി എടുത്തപ്പോൾ എന്നാ പറ്റി? സാന്നിധ്യം വരാൻ പറ്റി. സാന്നിധ്യവും മുല്ലപ്പൂ മാത്രമല്ലേ. എനിത്തിങ് ക്യാൻ ബി എ മീഡിയം ഓഫ് ദി പ്രസൻസ് ഫോർ ദോസ് ഹു ടേക്ക് കവനന്റ് പ്രെയർ. നിങ്ങൾക്ക് ദൈവം ഏതെങ്കിലും വിധത്തിലൊക്കെ, ഇപ്പം നമുക്കറിയാമല്ലോ മർക്കോസിൻ്റെ സുവിശേഷം 16:12 വായിച്ചല്ലോ. ശ്രുതിയുടെ 16:12 മർക്കോസ് സുവിശേഷം. ശ്രുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 16:12. ഇതിനുശേഷം അവരിൽ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ സിൽവർ ഗ്രേയിലെ അത് വിമല ഹൃദയമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സഭയ്ക്ക് അത് വെക്കാനേ നമുക്ക് ഔദ്യോഗികമായിട്ട് അനുവാദമുള്ളൂ. പക്ഷേ അമ്മ ഇങ്ങനെയല്ല പ്രത്യക്ഷപ്പെട്ടെന്നറിയാം. അമ്മ എന്താണ് സമയഘടികാരെന്ന് വെച്ചാൽ അത് 10:08 സൂചി കാണിച്ചാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് അവിടെ ഒരു മോഡൽ വെച്ചിരിക്കുന്നത്. അവിടെ പോയി ഒന്നും പ്രാർത്ഥിക്കരുത് കേട്ടോ. അത് പ്രാർത്ഥിക്കുന്ന സഭയുടെ അനുവാദം വേണം. സഭ അനുവദിച്ച് കഴിയുമ്പോൾ അൾത്താരയിലേക്ക് അത് മാറ്റും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അനുവദനീയമായ വണക്കമായിട്ട് വെച്ചിരിക്കുന്ന തിരുസ്വരൂപം വിമല ഹൃദയമാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല. സഭയുടെ ഔദ്യോഗിക അംഗീകാരം മെത്രാനാഴ്ച വന്ന് വ്യഞ്ചരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പം എന്താ നമ്മൾ വായിച്ചു കേട്ടത്? എന്താ 6:12 മർക്കോസിൻ്റെ സുവിശേഷം അല്ലേ? എന്താണ് ഈ 16:12 മർക്കോസിൻ്റെ സുവിശേഷം എന്താ പറയണത്? അവർ ഇതിന് ശേഷം അവർ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റി? ഈ ഗ്രാമത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ അറിയാമല്ലോ. അവർ ലൂക്കാൻ്റെ സുവിശേഷം പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഇവർ മ്ലാനവദനരായിട്ടാണ് പോണത്. കാര്യം ദുഃഖവെള്ളിയാഴ്ചയും കഴിഞ്ഞ് വലിയ ശനിയാഴ്ച വൈകുന്നേരമായിട്ട് കക്ഷിയുടെ പോണത്. അപ്പോൾ അതിൻ്റെ അവരുടെ മാനസികാവസ്ഥ അറിയാമല്ലോ. ക്ലയോഫസും പാർട്ടിയാണ് ഈ പോണത്. പക്ഷേ ബൈബിൾ എന്താ പറയണത്? പ്രത്യക്ഷപ്പെടേണ്ട വേറൊരു മോഡ് ഓഫ് അപ്പാരിഷനാണ് പറയണത്. 16:12 ഇതിന് ശേഷം അവർ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ അവൻ വേറൊരു രൂപത്തിൽ. ദാറ്റ്സ് മൈ പോയിൻറ്റ്. ദൈവത്തിൻ്റെ പ്രസൻസ് നിനക്ക് ഏത് രൂപത്തിലും അനുഭവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? മുല്ലപ്പൂ പ്രസൻസിൻ്റെ ഒരു അടയാളമാണ്. പലർക്കും അത് ഇപ്പോൾ ഒരു ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഇപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ബേബി കുര്യൻ അനുഭവം അതല്ല. ബേബി കുര്യന് ദൈവാനുഭവം ഉണ്ടാകണത് പുള്ളിക്കാരൻ ഈ ആരാധന കേട്ടോണ്ടിരിക്കും. ഏത് ആരാധന? ഉടമ്പടി എടുത്തല്ലേ പുള്ളി. അപ്പോൾ ഉടമ്പടി ആരാധന ഇങ്ങനെ വെളിപാടിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഞാനീ പഠിച്ച കാര്യങ്ങളല്ലല്ലോ നിങ്ങളോട് പറയണത്. ഇവിടെ വെച്ച് ഈശോ ഇത് ലൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. പലപ്പോഴും ഞാൻ എൻ്റെ ധ്യാന ചിന്തകൾക്കൊപ്പമല്ല ഞാൻ സഞ്ചരിക്കണത്. കർത്താവിൻ്റെ ഇടയ്ക്ക് കുറേ സമയത്ത് വഴി ഇങ്ങനെ തിരിച്ച് വിടുന്നുണ്ട്. ട്രാഫിക്ക് നല്ല രസമാണ് ഈ ഉടമ്പടി ധ്യാനം. അപ്പോൾ ബേബിക്കുര്യൻ്റെ പ്രശ്നം എന്താണ്? ബേബിക്കുര്യൻ ഒരു ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുത്ത ആൾക്കാരെല്ലാവരും ഉടമ്പടി ധ്യാനം മസ്റ്റായിട്ട് കൂടണം. കാര്യം ഉടമ്പടിയെക്കുറിച്ച് അറിയണതും ദൈവം സംസാരിക്കണതെല്ലാം ഈ ആരാധന സമയത്ത്. ഈ ആരാധന പുള്ളിക്കാരൻ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു സാക്ഷ്യം ഞാൻ വിചാരണ ചെയ്യണത് അദ്ദേഹം കേട്ട് അദ്ദേഹത്തിന് അതൊരു മറ്റൊരു രൂപത്തിൽ ദൈവത്തിൻ്റെ വെളിപാടായി മാറി. എന്താണ്? ഒരു മകളോട് അവൾ
അച്ഛനെ കാണാൻ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ റീ എക്സാം ചെയ്യേണ്ട, റീ വാല്യുവേഷന് കൊടുക്കാൻ പറഞ്ഞു. അതാണ് വിഷയം. അവൾ റീ എക്സാം തോറ്റു വന്നിരിക്കുകയാണ്. തോറ്റു വന്നപ്പോഴും അവൾക്ക് റീ എവാലുവേഷൻ കൊടുത്ത ഒരു സ്കോപ്പില്ല, അവൾക്കറിയാം. അതുകൊണ്ട് രണ്ടാമത്തെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ അവളുടെ കാലത്ത് തയ്യാറെടുക്കല്ലേ കൈവച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊന്നൊരു നോട്ടാണ് റീവാലുവേറ്റിന് കൊടുക്കാൻ പറഞ്ഞു. അച്ഛാ അത് പരീക്ഷ എഴുതണ്ട, റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ റീവാലുവേഷൻ കൊടുത്തപ്പോൾ അവർ 20 മാർക്ക് കിട്ടി കൂടുതൽ. അപ്പോൾ അവൾ കവറായി, എക്സാം എഴുതാതെ കഴിഞ്ഞു. ആ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബേബി കുര്യന് ഇത് ഈ IELTS എഴുതിയ കാര്യമാണ് ഞാൻ പറഞ്ഞെങ്കിലും പുള്ളിക്കാരന് ആ ഒരു മീഡിയത്തിലൂടെ കർത്താവ് വേറെ ഒരു മെസ്സേജ് കൊടുത്ത് വേറൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പറയത്തില്ലേ, അതുപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്, റീവാലുവേഷൻ കഴിഞ്ഞ പരീക്ഷയുടെ വീണ്ടും ഒരു പരീക്ഷ അതിലേക്ക് പോകുന്നതിന് പകരം പഴയ പരീക്ഷ തന്നെ റീവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ വേഗൂരിന് അതിനകത്ത് കിട്ടുന്ന മെസ്സേജ് എന്താണ്, പണ്ട് സ്ഥലം കാണാൻ വന്ന കക്ഷിയില്ലേ വേണ്ടെന്ന് പറഞ്ഞു പോയവരാ, അവരൊന്ന് വിളിക്കാൻ നോക്കി. അതാണ് വേറൊരു രൂപം. ദൈവം ശ്രദ്ധയോടുകൂടി വേണം ദൈവത്തിനൂടെ സഞ്ചരിക്കാൻ. എങ്ങനെയും നിന്നെ ഹെൽപ്പ് ചെയ്യും, നീ അറിയണം. നീ ഇങ്ങനെ ചുമ്മാ ഒരു ഇൻഫർമേഷന് പോകേണ്ടി ഇതൊക്കെ കാണുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നിനക്ക് കൃത്യമായ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ബോധത്തിൽ ബേബിക്കരെന്ന് പറഞ്ഞാൽ റീവാലുവേഷന് കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ സ്ഥലം നോക്കാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടല്ലോ, 10 പേരാ മറ്റേ വന്ന് പോയതാണല്ലോ, ഒരാളെ വിളിച്ച് നോക്കുക. അയാൾ വേണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും ഒന്ന് റീവാലുവേഷൻ ഇപ്പം അച്ഛൻ പറഞ്ഞല്ല, അപ്പോൾ ഈശോ എനിക്ക് അയാൾക്ക് കൊടുത്ത വേറൊരു രൂപമാണ്, ദൈവസന്ദേശത്തിൻ്റെ വേറൊരു രൂപം. അയാൾ വേണ്ടെന്ന് പറഞ്ഞ് പോയ കക്ഷിയെ വീണ്ടും ഇയാളെ കറക്റ്റ് മൊബൈലിൽ വിളിക്കും. അപ്പോൾ ചോദിക്കും, അയാൾ ചോദിക്കും എന്താ വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞ് സ്ഥലത്തിൻ്റെ കാര്യം പറയാൻ, വിറ്റില്ലേ, അത് വിറ്റില്ല ചേട്ടാ, ഞാൻ കടത്തിലാണെന്ന് പറഞ്ഞു. വലിയൊരു സ്ഥലം എടുക്കാൻ പോണവർ നമ്മൾ കടത്തിലാണെന്ന് പറയുക, പിന്നെ അവർ ഇട്ടുപിടിക്കല്ലേ ഉള്ളു. എന്താ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു, ചേട്ടാ ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ നിൽക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ അയാളെടുത്ത് വായിക്കാൻ പറയും, കുഴപ്പമില്ല 2 ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കാൻ പറയും. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വൈഫും എടുത്തുകൊണ്ട് ഡബിൾ ഉടമ്പടി നിൽക്കുകയല്ലേ. വൈഫിനോട് പറയാം, വൈഫും ഇയാളും വേറെ മാർഗ്ഗമില്ലല്ലോ, ഈ കാശുരം ഞെക്കിപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിൻ്റെ കയ്യിൽ പിടിക്കണ പോലെ അല്ല കാശുരത്തിൽ പിടിക്കുന്ന ആൾക്കാർ. അതൊരു വിശ്വാസ പ്രമാണമല്ല ആക്ടിവിറ്റി ചെയ്യണത്. നമ്മളെന്താ പറയണത്, ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നതല്ലേ പറയണേ അല്ലേ. അതിൻ്റെ അകത്ത് ഓരോ വാക്കിനും ഭയങ്കര ഇടിവെട്ട് വിലയണേ. അത് പറഞ്ഞപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വന്ന് വീട്ടിൽ ഇയാളുടെ വീട്ടിൽ വന്നിട്ട് ഇവരുടെ കടം മുഴുവനും അങ്ങോട്ട് ഇളച്ച് കാശ് കൊടുക്കും. അതായത് അയാൾ പറഞ്ഞ കഥാശിക്കുന്ന നമ്മൾ ഞെട്ടിപ്പോവും. ഒരു മെസ്സേജ് വന്ന വഴി കണ്ടില്ലേ നിങ്ങൾ, ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. IELTSൻ്റെ സാക്ഷ്യം കേട്ടതാണ് വിഷയമേ. അത് വേറൊരു രൂപത്തിൽ ആ മനുഷ്യൻ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് പരിശുദ്ധാത്മാവ് റീമോൾഡ് ചെയ്ത് റൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദൈവത്തെ നിങ്ങളെ എങ്ങനെയും നയിക്കാൻ പറ്റും. ഇപ്പോൾ ബേബി എന്താ ഇത് ആദ്യം ചെയ്യാൻ വരുന്നേ, ചെയ്യത്തില്ല. കാര്യം ഇയാൾ വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് പുള്ളി പഴയ കലാപരിപാടികൾ നടക്കുകയില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ദൈവ സാന്നിധ്യം ഉണ്ട്, പക്ഷേ അനുഭവിക്കാൻ പറ്റണില്ല. പക്ഷേ ഇയാൾ സത്യസന്ധമായിട്ട് ദൈവത്തോട് മുട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. റീവാലുവേഷൻ ഒരു മെസ്സേജാണ്. അതെടുത്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയ മെസ്സേജ് എന്താണ്, വേണ്ടെന്ന് പറഞ്ഞ് പോയ ആൾക്കാരെ തിരിച്ച് വിളിക്കുക. ആ വിളിച്ച ആൾ കറക്റ്റായിരുന്നു. അയാൾ വന്നിട്ട് സ്ഥലം എടുത്ത് എഗ്രിമെൻ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ കടങ്ങൾക്കെല്ലാം നിവൃത്തിയാകുന്ന രീതി കാശ് കൊടുത്തു. ഇനി പ്രമാണം ചെയ്താൽ മാത്രം മതി. അപ്പോൾ പ്രമാണത്തിന് മുമ്പ് തന്നെ കടം തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും സ്പീഡായിട്ടാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ എൻ്റെ മക്കളിത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആകാനും സിൻസിയർ ആകാനും പ്രാർത്ഥികർത്താവ് ദൈവമേ ഉടമ്പടിയോട് കൂടുതൽ ഗൗരവത്തോടുകൂടിയും ആത്മാർത്ഥതയോടെയും ഉടമ്പടിയെ സമീപിക്കാൻ എന്നെ ആശീർവദിക്കണം. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. നിബന്ധനകള് വിശ്വസ്താപൂർവം പാലിക്കാനുള്ള വലിയ കൃപ ഉടമ്പടി ഉടനടി പരിഹാരമേകും ഉടമ്പടി അമ്മ ഉടനടി പരിഹാരമേകും അവർ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും
ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. ഓൺലൈനിലുള്ളവരെല്ലാവരും ശ്രദ്ധിക്കുക. നിൻ്റെ മക്കളെ കർത്താവ് നമ്മളോട് കൂടെ നിന്നുകൊണ്ട് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞ 32 സങ്കീർത്തനം 8 സങ്കീർത്തനം 32:8 അനുസരിച്ചുകൊണ്ട് നമ്മളെ കർത്താവ് വചനത്തിലൂടെ വഴി നടത്തിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, നിന്റെ വചനത്തിൻ്റെ വഴി നടത്തലുകളെ ഗ്രഹിക്കാൻ അനുവർത്തിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. വചനങ്ങള് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഇപ്പോൾ നമ്മൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. പിതാവ് ദൈവത്തോട് നിങ്ങളുടെ മേൽ കൈനീട്ടാൻ വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളിടത്ത് ഈശോയുടെ നാമത്തിൽ കൈകൾ വെച്ച് രോഗത്തെ സൗഖ്യത്തിനായി സമർപ്പിക്കേണ്ടതാണ്. ഇപ്പോഴും ഈശോ കാണിക്കുന്നത് കൈകളുടെ വിരലുകളുടെയൊക്കെ ഇടയിൽ, തുടയുടെ ഇടയിലൊക്കെ ഇങ്ങനെ ശരീരം അഴുകുന്ന വ്യക്തിയെ കർത്താവ് കാണിക്കുന്നുണ്ട്. ആ വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. നെറ്റിയിൽ പാണ്ടാണ് ആദ്യം തുടങ്ങിയത്. മുഴിയുടെ അടിയിൽ വെളുത്ത കളറ്, പിന്നെ നെറ്റിയേറ്റ് പടർന്ന്, പിന്നെ ചിലർക്ക് ചുണ്ടിൽ പാണ്ട്. അവരെല്ലാവരെയും ഇപ്പോഴും ഓൺലൈനിലുള്ളവരും ആ പാണ്ട് സ്ഥലങ്ങളിലെല്ലാം കൈവച്ചുകൊണ്ട് യേശുനാമത്തിൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഇതിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന വിസർപ്പ രോഗികള്, ത്വക്ക് രോഗികള്, അപ്പാ പിതാവേ, നിന്റെ പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിന്റെ കൈകൾ അവിടെ മേൽ നീട്ടിക്കൊണ്ട് അവരെ സൗഖ്യപ്പെടുത്തണമേ. ശ്രുതികട്ടെ. സന്ദേശത്തിന് നന്ദി പറയുന്നു.
കൃപ മതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ശരീരത്തിലെ വിസർപ്പരോഗമുള്ളവരെ, വേരിക്കോസിൻ്റെ അസുഖമുള്ളവരെ, വാതരോഗികളെ, മസിൽ ചുരുങ്ങുന്നവരെ, മസിൽ ബലക്ഷയമായിട്ടിരിക്കുന്നവരെ, എപ്പോഴും ഒരു തരം വിഷപ്പൊട്ടിൻ്റെ അലർജികൾ ഉണ്ടാകുന്നവരെ, പൊറുക്കാത്ത വ്രണമുള്ളവർ, കാല് വിണ്ടു കീറുന്നവർ, പലതരത്തിലുള്ള ഇരിച്ചിലും പുകച്ചിലും അനുഭവിക്കുന്നവർ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപ്പാ പിതാവേ, അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവിടുത്തെ അവകാശമോഹര്യമായ തിരുസഭയിലെ വേദനപ്പെടുന്നവരും കർത്താവിനെ നിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാത്തരം മക്കളുടെ മേലും ദൈവത്തിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നിൻ കൃപ മതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ചുരുക്കമുള്ളവരെ, ഞരമ്പിൻ്റെ ചുരുക്കമുള്ളവരെ, ഞരമ്പിന് ബൾജ്, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് ബലൂൺ ഇങ്ങനെ ഇടക്കൊണ്ട് ഇങ്ങനെ വീർത്തിരിക്കണ പോലെ നമ്മൾ കാണത്തില്ലേ, ചില ബലൂൺ ഇങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇടക്കൊണ്ട് വീർത്തിക്കണ പോലെ, അങ്ങനെ ഒരു സന്ദേശമാണുള്ളത്. ഇപ്പം ഇടകൊണ്ട് വാൽവുകൾ വീർത്തിരിക്കുന്നവരുണ്ട്, സൂക്ഷിച്ചു പോയവരുണ്ട്. ഞരമ്പുകളുടെ കാര്യമാണ് ഈ പറയണത്. അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രചേരണയുണ്ട്. നിങ്ങളെ സ്തുതിക്കട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പാ പിതാവേ, അങ്ങേപ്പോൾ തന്നെ യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞരമ്പ് സൂക്ഷിച്ചു പോയവരും ചുരുങ്ങിപ്പോയവരും ബൾജ് ചെയ്യുന്നവരും വീർത്തു വരുന്നവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ. സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, നമ്മുടെ പിൻകഴുത്തിന് താഴേക്കുള്ള നട്ടലിൻ്റെ ഭാഗങ്ങളില്ലേ, അവിടെ ചിലപ്പോൾ വളഞ്ഞിരിക്കുന്നവരെയും അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ബട്ടൺ പോലെ ഇങ്ങനെ പൊന്തിയിരുന്നിട്ട് അസ്ഥിക്ക് ശോഷണം വരുന്നവരും ഇങ്ങനെ തല കുനിഞ്ഞു പോകുന്നവരെയൊക്കെ കാണിക്കുന്നുണ്ട് ഈശോ. അവരെല്ലാം നടുവെല്ലിനെ മുഴുവൻ ബോട്ടം മുതൽ അതിന് മുകളിൽ ടോപ്പ് മുതൽ ബോട്ടം വരെ നടുവെല്ലിനെ ഒഴിഞ്ഞുകൊണ്ട് ഈശോയുടെ വലത് കരത്താൽ സ്പർശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, അത്ഭുതം പ്രവർത്തിക്കണമേ. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് നടുവെല്ലിനെ സൈനൽ കോണിനെ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. അരികിൽ വരണമേ, അരികിൽ വരേണേ. സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഹൃദയരോഗികള്, വാൽവിൽ ചുരുക്കമുള്ളവര്, വാൽവ് ബ്ലോക്കായിരിക്കുന്നവര്, കരൾ രോഗികള്, അതുപോലെ തന്നെ മഹോദര രോഗികള്, കരൾ വീക്കമുള്ളവര്, കിഡ്നി ചുരുക്കമുള്ളവര്, കിഡ്നിയിൽ കല്ലുള്ളവര്,
അണ്ടാശയത്തിൽ ഗർഭാശയത്തിൽ വീക്കമുള്ളവർ, സിസ്റ്റുള്ളവർ, അണ്ടാശയത്തിൽ അതുപോലെ തന്നെ സിസ്റ്റുള്ളവർ, PCOD രോഗികൾ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് മുഴകൾ, അതുപോലെ തന്നെ സിസ്റ്റുകൾ, അതുപോലെ തന്നെ ബ്ലോക്കുകൾ, ശരീരത്തിലുള്ള കല്ലുകൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. അരികിൽ വരേണേ സദയം തുടരേ സുഖമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കൈ പൊക്കാൻ പറ്റാത്തവര്, നടക്കാൻ പറ്റാത്തവര്, നടക്കുമ്പോൾ തെന്നുന്നവര്, പൊതുസമൂഹത്തിൽ വന്ന പേടിച്ച് പതച്ചാടി എപ്പിലെപ്സിയെപ്പോലെ, ജന്യരോഗം പോലെ, അപസ്മാരം പോലെ പിടച്ചു തല്ലി വീഴുന്നവർ, അങ്ങനെ ന്യൂറോട്ടിക്കായിട്ട് എല്ലാ മക്കളുടെ പേരും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ പ്രാർത്ഥിക്കുന്ന അവരെ ഞരമ്പ് രോഗികളിലെ, മസ്തിഷ്ക രോഗികളിലെ, മനോരോഗികളിലെ, അപസ്മാര രോഗികളെ, എപ്പിലെപ്സി രോഗികളിലെ, ഓട്ടിസം രോഗികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. സദയം തുടരേ സുഖമായി അരികിൽ വരണേ, അരികിൽ വരേണേ സദയം തുടരേ സുഖമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്രാവരോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ഇപ്പം ചിലർ അറിയാതെ എപ്പോഴും കണ്ണിൽ നിന്ന് പഴുപ്പോ കണ്ണീരോ അതിൻ്റെ കട്ടിയുള്ള ജലമൊക്കെ വരത്തില്ലേ. ചിലർക്ക് ചെവിയിൽ നിന്ന് പഴുപ്പും ചോരയൊക്കെ തന്നെ കാണാം. ചിലർക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ കൺട്രോളില്ലാതെ വായിൽ നിന്ന് തുപ്പൽ തന്നെ കാണാം. ചിലർക്ക് മൂത്രമറിയാതെ പോകുന്നവരുണ്ട്. ബ്ലീഡിങ് വന്നിട്ട് പീരീഡ്സ് കഴിഞ്ഞിട്ട് നിൽക്കാതിരിക്കുന്നവർ 10-12 ദിവസം നീണ്ടു പോകുന്നവരുണ്ട്. ചിലപ്പോൾ വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവരുണ്ടാകുന്നു. ചിലപ്പോൾ മലമറിയാതെ പോകുന്നവരുണ്ടാകും. അവരെല്ലാം സ്പർശിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ മാരക രോഗങ്ങൾ, സ്രാവരോഗങ്ങളെ യേശുനാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അസ്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അസ്ഥി ഒടിഞ്ഞവരെ, അസ്ഥി കൂടാത്തവരെ, അസ്ഥി ഒടിഞ്ഞതിൻ്റെ പേര്, അപകടത്തിൽപ്പെട്ട് ഒടിഞ്ഞതിൻ്റെ പേരിൽ ബലക്ഷയം അനുഭവിക്കുന്നവരെ, അകത്ത് കമ്പിയിട്ടിരിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ള രോഗികൾ, അസ്ഥിക്ഷയമുള്ള രോഗികൾ, പല്ലും എല്ലുമൊക്കെ ഒടിഞ്ഞു പോകുന്ന തരത്തിലുള്ള രോഗികൾ, അങ്ങനെയുള്ള ഓരോ രോഗികളെ മേലും കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം അസ്ഥികളിൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എസെക്കിയേൽ 37 പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിലെ അസ്ഥികളെ പുതുതാകുകയും ശക്തിപ്പെടുകയും ചെയ്യട്ടെ. I command you in the name of Jesus Christ to be healed. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുട്ട നിൽക്കുക. ഇപ്പോൾ നമ്മൾ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സാമ്പത്തിക ബാധ്യതയുള്ളവരെ, വിസ പ്രോസസ്സിങ്ങിൽ ബ്ലോക്കായി പോയവർ, യൂണിവേഴ്സിറ്റി എമൗണ്ട് എല്ലാം സെൻഡ് ചെയ്തു, പക്ഷെ നമുക്ക് വിസ അടിച്ചു വരണില്ല, റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പല പല കാരണങ്ങളാൽ. ഇതൊരു അഡ്മിഷൻ ആകാത്തവരുണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ.
ഉപരി വിദ്യാഭ്യാസത്തിനും വിദേശ വിദ്യാഭ്യാസത്തിനുമൊക്കെ അഡ്മിഷൻ ആകാത്തവരെ, ജോലിക്ക് വേണ്ടി വിദേശത്ത് ജോലിക്ക് വേണ്ടി പാസ്പോർട്ടിനും കുഞ്ഞുങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടാത്തവരുണ്ട്. കുഞ്ഞുങ്ങൾ ഇവിടെ പോയതിൻ്റെ പേരിൽ വളരെ ടെക്നിക്കലായിട്ടുള്ള ഒത്തിരിയേറെ പ്രയാസങ്ങളിൽ മനുഷ്യരെ ജീവിതം മുഴുവനും അതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കേണ്ടി വരുന്നവർ, കുഞ്ഞിനെ കൊണ്ടുവരാൻ ഇങ്ങോട്ട് അപ്പനെയും അമ്മയ്ക്ക് വരാൻ പറ്റണില്ല, അങ്ങോട്ട് കൊണ്ടേ കൊടുക്കണം, അതിന് വിസ കിട്ടണില്ല. ഇങ്ങനെയൊക്കെ വല്ലാത്ത പുതിയ കാലത്തെ പുതിയ ജീവിതത്തിലെ പുതിയ പ്രയാസങ്ങളുമായിട്ട് മനുഷ്യർ വിഷമിക്കുകയാണ്. പലതരത്തിലെ പല ഡേറ്റുകളും ഡീബാറാകാൻ പോകുന്നു, ചില റാങ്ക് ലിസ്റ്റുകൾ ക്യാൻസലാകാൻ പോകുന്നു, അവസാനത്തെ കാത്തിരിപ്പും അസ്തമിച്ചു പോകുന്ന അവസ്ഥകൾ, ചില ഭാഗുടമ്പളി ചിലർക്ക് നടക്കണില്ല, ചിലർ മനഃപൂർവ്വം ഒപ്പിട്ട് കൊടുക്കത്തില്ല, നമ്മളെ ഗതി പിടിക്കുമെന്ന് ഓർത്തുകൊണ്ട് മനഃപൂർവ്വം വട്ടം ചവിട്ടി നിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ലോൺ കിട്ടുന്നില്ല, കിട്ടാൻ സാധ്യത ഉണ്ടായിട്ട് പോലും മനഃപൂർവ്വം അത് വെച്ച് താമസിപ്പിക്കുന്ന, ഇങ്ങനെ സാമ്പത്തികമായിട്ടൊരു ഫ്ലോ നടക്കണില്ല, കച്ചവടം പൊട്ടിപ്പോകുന്ന അവസ്ഥകൾ, കടകളിലെ കച്ചവടം ഇല്ലാത്ത അവസ്ഥകൾ, പുതുതായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കും, എങ്ങനെ മക്കളെ പോറ്റാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ലാതെ ജപ്തി നടപടിയെ ഭീഷണിയെ നേരിടുന്നവർ, വാടക കെട്ടിടങ്ങൾ വിൽക്കാതെ കിടക്കുന്നവർ, അതുപോലെ തന്നെ കൊടുക്കാതെ വാടക എടുക്കാനില്ലാതെ വെറുതെ ബിൽഡിങ്ങുകൾ കിടന്നിട്ട് ബാങ്കിൽ അതിൻ്റെ ലോൺ കൂടി വരുന്നവർ, ഫ്ലാറ്റ് കിടന്നതിന് ശേഷം വീടുകൾ കിടന്നതിന് ശേഷം വിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ലോൺ കൂടിയിട്ട് അത് മുടക്കുമതിനേക്കാൾ കൂടുതൽ കടമായി മാറിയിട്ട് ചത്ത് കളയണം തോന്നുന്ന രീതിയിലുള്ള വളരെ മാനസിക സംഘർഷത്തിൽ കഴിയുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വിടുതൽ ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിൽ 36 കൊല്ലം അനുഭവത്തെ കുമാരന്റെ യോഗ്യതയാൽ വാസാൽത്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിലെ എല്ലാവിധ തടസ്സങ്ങളും യേശുനാമം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദുരിതങ്ങള് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഡൈവേഴ്സ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഡൈവേഴ്സ് നടക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരുടേതും വേദന തന്നെയാണ്. എല്ലാ മേഖലകളിലും കേസ്, കോടതി കേസ് ആയിരിക്കുന്നവരെ, വിചാരണ കേസ് തുടങ്ങിയിരിക്കുന്നവർ, ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നവർ, എന്തൊരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും എന്നറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, അതുപോലെ അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. സ്ഥലം വിൽക്കാത്തവർ, അതുപോലെ തന്നെ കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വലിയ കടത്തിൽ ജീവിക്കുന്നവർ, കള്ളക്കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപയും കാരുണ്യം ചെയ്യാൻ വേണ്ടി അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. ചിലർക്കെല്ലാം ഭയങ്കര കൺഫ്യൂഷനാണ്. വയസ്സ് 10, 36, 34, 30 കല്യാണം കഴിക്കണോ, അതോ ജോലി കിട്ടിയിട്ട് മതിയോ, ഇങ്ങനെ ജോലി കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കല്യാണം നീട്ടിക്കൊണ്ടു പോയി, അങ്ങനെ അവസാനം ജോലിയുമില്ല കല്യാണമില്ലാതെ വിഷമിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. അവരെല്ലാം കർത്താവേ, ഞാൻ ഈ വർഷങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ആരാധനകളുടെയും സർവോപരി അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അവരുടെ ഇരുളുമൂടിയ ഇനി ഒരടിമ എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാൻ പാടില്ലാത്ത തടസ്സപ്പെട്ടിരിക്കുന്ന അവരുടെ ജീവിത ഭാരങ്ങളെ, തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി ഈശോയുടെ നാമത്തിൽ വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നടക്കാത്ത പല കാര്യങ്ങളും നടക്കാവുന്നതേ ഉള്ളൂ എന്നാണ് നമ്മളെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം യൂട്യൂബിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ചേച്ചി കല്യാണം കഴിച്ച് വന്നതിന് ശേഷം 40 കൊല്ലമായെന്ന് തോന്നുന്നു, ഇന്ന് വരെ മര്യാദക്ക് അവരുടെ വീട്ടിലോട്ട് പോകാൻ പറ്റണില്ല, വഴിയില്ല. അത് തന്നെ പ്രശ്നം. അപ്പോൾ അവർ അമ്മയോട് വന്ന് കണ്ണീരോടെ പറഞ്ഞു, അമ്മയെ വഴിയില്ല, 40 കൊല്ലമായി എൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് പോലും നടക്കാത്തൊരവസ്ഥ, വഴിയില്ലാത്ത വീട്ടിൽ പെണ്ണ് കൊടുക്കുകയും ചെറുക്കൻ കൊടുക്കുകയില്ല.
അതുകൊണ്ട് ഞാൻ വളരെ വേദനിക്കുന്നതെന്ന് പറഞ്ഞൊരു ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് അമ്മയുടെ മാധ്യസ്ഥർ വെഞ്ചരിച്ച ഈശോയുടെ നാമത്തിൽ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി ആ വഴിയിലിടും. വെറുതെ കണ്ടവൻ്റെ വഴിയാ. പക്ഷേ 10 ദിവസത്തിനുള്ളിലാണ് അത് പുറമ്പോക്കായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് 12 അടി വഴിയുള്ള വഴി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷിയൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. അപ്പോൾ ഞാൻ ഓർക്കുന്നത് 40 വർഷമായിട്ട് അവർ കല്യാണം കഴിച്ച് വന്നിട്ട്, അപ്പോൾ അതൊക്കെ മുമ്പ് ആ വഴി ഇല്ലാത്തൊരു വീടാണത്. സംബഡി ഷുഡ് ദെയർ ടു അഡ്വക്കേറ്റ്. ദൈവത്തിൻ്റെ മുമ്പിൽ പിടിപാടുള്ള ആരെങ്കിലും ഉണ്ടായാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളല്ല. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ. അരികിൽ വരണമേ, സദയം തുടരണേ, മക്കളില്ലാത്തവരെ, ഞാൻ ഈ മക്കളില്ലാത്തവരുടെ ശരിക്കും വേദന അനുഭവിക്കുന്ന ഒരാളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് മക്കളുള്ളവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവത്തില്ല. ഏറ്റവും കൂടെ പ്രയാസപ്പെടുന്നത് ഈ മക്കളില്ലാത്ത ചേച്ചിമാരാണ്. ശരിക്കും അവരുടെയൊക്കെ വേദന പറയാൻ പോലും പറ്റത്തില്ല. നിങ്ങളവർക്ക് എന്നാ മക്കളില്ല ഇല്ലാത്തതിലേ ഉള്ളതെന്ന് പറഞ്ഞ് നിങ്ങൾ പറയും. പക്ഷേ അങ്ങനെ അല്ല പ്രശ്നം. അവർ ചാകാൻ വരെ തയ്യാറാണ് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി. അത്രയുടെ ഒരു ഇമോഷണൽ സെറ്റപ്പ് അതാണ്. അപ്പം ഞാൻ അവരൊക്കെ ശരിക്കും കുറേ നേരം പ്രാർത്ഥിക്കും അവരെ. കാര്യം കർത്താവ് കണ്ണ് തോന്നുകയുള്ളൂ, അങ്ങനെ ഒരു വചനമില്ലേ 43, കർത്താവേ അങ്ങേക്ക് ഞങ്ങളുടെ മേൽ കരുണ തോന്നുന്നത് വരെ എന്നും പറഞ്ഞ് സങ്കീർത്തനം പറയും. ആ കരുണ തോന്നുകയുള്ളൂ, ഞങ്ങളുടെ കണ്ണുകൾ നിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഊന്നിക്കൊണ്ടിരിക്കുമെന്ന്. എൻ്റെ മക്കളെ സങ്കീർത്തനത്തിൽ ആ ദൈവാനുഭവം ഭയങ്കരമാണ്. അത് നിങ്ങളൊന്ന് അനുവർത്തിക്കണം, നല്ലതാണ്. എനിക്ക് തോന്നുന്നു 143:2 സങ്കീർത്തനം. 123 സങ്കീർത്തനം 2-ാം തിരുവചനം വായിച്ചുള്ളൂ. ദാസന്മാരുടെ കണ്ണുകൾ എന്ന് പറഞ്ഞു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ നോക്കി പാർത്തിരിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇതാണ് രീതി. കർത്താവിന് കരുണ തോന്നുവോളും കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, വാക്കിലും പ്രവൃത്തിയിലും വിചാരങ്ങളിലും. അതുകൊണ്ട് ഞാൻ മക്കളോട് പറഞ്ഞു, മക്കളെ ഇതൊന്നും പ്രശ്നമില്ല. അമ്മ ഈശോ ഒരു വാഗ്ദാനം നമുക്ക് തന്നിട്ടുണ്ട്, ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിൻ്റെ സന്തതികളെ ജനിപ്പിക്കുമെന്ന്. ഞാനിങ്ങനെ ഇവിടം വരെ വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ വചനം ഞാൻ അതുപോലെ വിശ്വസിക്കും. ഞാൻ അതിൻ്റെ അലങ്കാരപ്പണിയായിട്ട് കാണിക്കത്തില്ല. അങ്ങനെ അത് സിംബോളിക്കാണ്. അത് ടെക്സ്റ്റൽ ക്രിറ്റിസിസം, ഫോം ക്രിറ്റിസിസം, ഹെർമനോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞ് സെമിനാരിൽ കുറേ സാങ്കേതിക വ്യാഖ്യാനം, ഈ സാധനം ഒന്നും ഞാൻ അപ്ലൈ ചെയ്യത്തില്ല. ഞാൻ പറയും എൻ്റെ കർത്താവ് പറഞ്ഞതാണ്, അത് ഞാൻ അതുപോലെ വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അതായത് നിങ്ങളെ പല വചനങ്ങളും ജീവിതബന്ധിയായ വചനങ്ങൾ, ജീവിതത്തോട് ഘടിപ്പിക്കപ്പെട്ട വചനങ്ങളുണ്ട്. അതിൻ്റെ മക്കൾ അതുപോലെ അങ്ങ് വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എന്താ പ്രശ്നം? കർത്താവ് പറഞ്ഞാൽ ഈ കല്ലിൽ നിന്ന് എബ്രായ സന്തതി ജനിപ്പിക്കുമെന്ന് അല്ലേ? 3:9. ശ്രുതികട്ടെ യോഹന്നാന്റെ സുവിശേഷം അല്ലേ? മത്തായി 3:9 വായിച്ച ശ്രുതികട്ടെ. മത്തായി 3:9. ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദമ്പതികളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില വചനങ്ങൾ അഭിഷേകമായി എരന്ന് വാങ്ങിക്കണം ദൈവത്തിലേക്ക് എന്ന്. ചില നടക്കാത്ത കാര്യങ്ങളില്ലേ, അതിൻ്റെ ഒരു വചനമാണിത്. ഇപ്പം നിന്നോട് പറയും, നിനക്ക് സിൽ പോയിൻറ്റ്സ് ഇല്ല, നിൻ്റെ മൂത്ത മകളുടെ ലോൺ ഇതുവരെ അടച്ചിട്ടില്ല, തിരിച്ചടച്ചിട്ടില്ല, അതുകൊണ്ട് ഇളയ മകൾക്ക് ലോൺ തരിക്കില്ല, സിൽ പോയിൻറ്റ്സ് ഇല്ലെന്ന് പറഞ്ഞ് ബാങ്കുകാരെ നിന്നെ തള്ളിവിടും. അപ്പോൾ നീ പറയണം, ഈ കല്ലിൽ നിന്ന് എബ്രായ സന്തതികളെ ജനിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്. ശ്രുതികട്ടെ. നിങ്ങൾ
നിങ്ങൾ ഉടമ്പടി കണ്ടിട്ടില്ലേ? 24 കൊല്ലമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. PCOD ആണ് മുഴുവൻ, ഇങ്ങനെ കുരുമുളക് പോലെ ഗർഭാശയം മുഴുവൻ, അണ്ടാശയം മുഴുവൻ കുരുക്കളാണ്. PCOD ആണ്. അത് കളയാനും പറ്റത്തില്ല, മരുന്ന് കഴിച്ചിട്ട് പോകണമില്ല. പിന്നെന്താ, പിന്നെ 16 കൊല്ലമായിട്ട് മക്കളില്ലാതെ ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ ഇരട്ട പ്രസവിച്ച്. നിങ്ങളെ ഈ ആൾക്കാർ പറഞ്ഞത് കേട്ടെന്ന് നോക്കിയേ, ഞെട്ടിപ്പോകും നമ്മൾ. കാര്യം എന്താണ്? ദൈവം വാക്ക് പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. 3:9 ഈ കല്ലിൽ നിന്ന്, എന്ത് PCOD ആയാലും ഈ കല്ലിൽ നിന്ന് പറഞ്ഞേ, ഈ കല്ലിൽ നിന്ന് അബ്രാഹത്തിന് സന്തതി ജനിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് കഴിയും. ശ്രുതികട്ടെ. ആരാധന ആരാധന. നിന്നെ പോലൊരു ദൈവമില്ല. കൈയടിച്ചോട്ടെ. അത്യുന്നതനെ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്ന്. അത്ഭുതമായി സ്വരത്തിലെ അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്ന്. അത്ഭുതനീ ഉന്നതനീ അത്യുന്നതനീ നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്ന്. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്ന്. കണ്ണുകളടച്ച കൈകൾക്ക് ഒപ്പി കർത്താവ് പറഞ്ഞ ഒരു വാഗ്ദാനമാണ്. അവർ കണ്ണുനീരോടെയാണ് വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കാം. കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ തീരത്ത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഒരു വലിയ ഈശ്വര സന്നിധാനത്തിലാണ് നീ നിൽക്കുന്നത്. കർത്താവെ, അഡ്രസ്സ് ചെയ്യപ്പെടാത്ത, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത അനേകം കാര്യങ്ങളുണ്ട്. ദൈവമേ, ആൾക്കാരെ നോക്കി കണ്ണുനീരോടെ എൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ കർത്താവെ അച്ഛൻ എന്ന് പറഞ്ഞ് വേദനിക്കുന്നവരുണ്ട്. ഇപ്പോൾ പറയുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അവിടെ കാര്യമില്ല, കണ്ണുനീര് നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവർ, പലതരത്തിലുള്ള വസ്തുവകൾ വിറ്റുമാറാത്തവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, മക്കൾ അന്യമായ വിശ്വാസരാഹിത്യത്തിലുള്ള ബന്ധങ്ങളിലും വിശ്വാസത്തിന് നിരക്കാത്ത ബന്ധങ്ങളിൽ ചെന്ന് കുടുങ്ങിപ്പോയവർ എല്ലാവരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ. പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾക്കകപ്പെട്ടവർ, പലതരത്തിലുള്ള ലഹരികൾക്കകപ്പെട്ടിരിക്കുന്നവർ, തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് ചാടിയിരിക്കുന്നവർ, ചിലർക്കൊക്കെ പുരയുടെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പണയത്തിന് പകരം പുരയിടം എഴുതി കൊടുത്തിട്ട് അവർ പലിശക്കൂടി ഇപ്പോഴേ ഇറങ്ങിക്കൊടുക്കാൻ വേണ്ടി പറയുന്ന അവസ്ഥകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിനക്ക് ആവശ്യിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ നിനക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ നിൻ്റെ എല്ലാ പാശങ്ങളും എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അഭിഷേകം ചെയ്യണമേ. നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്ന്. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്ന്. അത്ഭുതമായി അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്ന്. ഉന്നതൻ നീ, ഉന്നതൻ നീ അത്യുന്നതൻ നീ നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ അത്യുന്നതൻ നീ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുത
ഉത്സാഹത്തോടെ അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ ദൈവമെന്നും അത്ഭുതമായി അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ ദൈവമെന്നും. കിടപ്പ് രോഗികളുടെ ആശുപത്രി കിടക്കുന്നവരുണ്ട്, വീട്ടിൽ കിടക്കുന്നവരുണ്ട്. കിടപ്പ് രോഗികളായിട്ട് ആശുപത്രി കിടക്കുന്നവരുണ്ട്, വീട്ടിൽ കിടക്കുന്നവരുണ്ട്, വെന്റിലേറ്ററിലുള്ളവരുണ്ട്, ICU ഉള്ളവരുണ്ട്. അവരെല്ലാവരുടെയും വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ കർത്താവേ, കിടപ്പ് രോഗികളെ നിന്റെ നാമത്തിൽ എഴുന്നേറ്റ് മാറ്. കർത്താവേ, സൗഖ്യമാകട്ടെ. കർത്താവ്, കിടപ്പ് രോഗികളെ അടിപ്പിട പോലെ വൈതാക്കളെ പോലെ നിന്റെ നാമത്തിൽ എഴുന്നേക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, കിടപ്പ് രോഗികളെ അത്ഭുതകരമായി നിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കട്ടെ. സ്തുതിക്കട്ടെ. അതിശയമാ നന്ദി, ആരാധന. ഹല്ലേലൂയ. ഓക്കെ, മക്കളെ മുട്ട നിൽക്കുക. ഇനി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് കേട്ടോ. ശാന്തമായി മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം വാങ്ങിക്കേണ്ട സമയമാണ്. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഇപ്പോൾ ഓർത്തിട്ട് അതുകൂടി ഈശോയ്ക്ക് സമർപ്പിക്കുക. എന്നിട്ട് ശിരസ് നമിച്ച് ആശീർവാദം മേടിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ ആവേ 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 മരിയ. അറിയിപ്പുകളാണ്. ഒന്നാമത്തെ അറിയിപ്പുകൾ നമുക്കറിയാമല്ലോ. ഒത്തിരി പേരിപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ. നമുക്ക് ഉടമ്പടിയുടെ ഒരു ഊർജ്ജമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യൊപ്പാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഉടമ്പടിക്കുള്ളത് കൊണ്ടാണ് ഇതുപോലെ ഭയങ്കരമായ സാക്ഷ്യങ്ങൾ വരുന്നത്. അപ്പം അതനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ വിശ്വാസം കുറഞ്ഞു വരും, ഉടമ്പടിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അത്തരമൊക്കെ എപ്പോഴും ഒരു വിമർശിക്കുന്നുണ്ട് ഒത്തിരി, അല്ലേ? ട്രോളെന്നൊക്കെ പറയും നമ്മൾ, ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ എനിക്കതുകൊണ്ട് ഉള്ളുകൊണ്ടൊരു സന്തോഷമുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവരുടെയൊക്കെ സബ്സ്ക്രിപ്ഷനിലുള്ള ആൾക്കാർ ഇതെന്താണ് സംഭവം നോക്കാൻ വേണ്ടിയെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ തിരഞ്ഞു വരത്തില്ലേ. അപ്പോൾ അവർ കുറേ പേര് എങ്കിലും ദൈവത്തിലേക്ക് തിരിയും. എന്താ കാര്യം? ഉടമ്പടിയുടെ സത്യസന്ധത അവർക്ക് മനസ്സിലാകും. അതിൻ്റെ അസുലഭമായ സാക്ഷ്യങ്ങളെ കാണുമ്പോൾ. അപ്പം അങ്ങനെയല്ലേ ഒരു അച്ഛനിങ്ങനെ ട്രോള് കൂടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് രഹസ്യമായി നോക്കി അന്വേഷിച്ച് കണ്ടു. സ്ഥലത്തൊക്കെ ഒരു ഓൺലൈനിൽ ഒരു ആർട്ടിക്കിൾ എഴുതി. അത് വലിയൊരു
സാക്ഷ്യമാണത്. അപ്പം അത് വന്ന് കാണുകയാണല്ലോ. ഇപ്പം ഈശോയുടെ കാലത്തും ഈ ട്രോൾ ഉണ്ടായിരുന്നു, പുതിയ കാലമല്ലല്ലോ. ഈശോയുടെ കാലത്തും ഉണ്ടായിരുന്നില്ല ആ ട്രോള്, അല്ലേ? പക്ഷേ അത് ഈശോ അതിനോട് കാണിച്ചൊരു സമീപനമുണ്ട്. എന്താണ് ഈശോ ചോദിച്ചത്? എന്താണ്? ഞാൻ ആരാണെന്നാണ് ജനങ്ങളെ പറയുന്നത്. അപ്പം ട്രോളുകാർ പറഞ്ഞതെല്ലാം അപ്പോസ്തലന്മാർ പറയും. ചിലർ പറയും സ്നാപയോഹന്നാൻ്റെ പ്രേതമാണെന്ന് പറഞ്ഞതൊക്കെ പറയും. അതാണ് സംഭവം. നീ സ്നാപയോഹന്നാൻ്റെ പ്രേതമാണെന്ന് പറയുന്നവരുണ്ട്. അതാണ് ഹെരോദ്യസ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ആ അനുഭവം ഉണ്ടാകത്തില്ല. അപ്പോൾ അനുഭവം ഇല്ലാത്ത അകലിൽ നിന്നുകൊണ്ട് എന്തും പറയും അവർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൽദോയുടെ സാക്ഷ്യം എന്താ? എൽദോ വിഷം മേടിച്ച് വെച്ചിട്ട് വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. കാര്യം അതാണ് അവസ്ഥ. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ കൊല്ലണം, വൈഫിനെ കൊല്ലണം, ഇവരെ കൊന്നിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം എന്ന് തീരുമാനിച്ച് എൽദോയുടെ സാക്ഷ്യം കേൾക്കണം കേട്ടോ. പെട്ടെന്നാണ് 1 ലക്ഷമായത് അത്, കൊലഞ്ചേരി എൽദോ. പക്ഷെ ഉടമ്പടി എടുത്ത സെക്കൻഡിന് ലൈഫ് മൊത്തം അങ്ങോട്ട് മാറണം കാണാം, സെക്കൻഡുകൾക്കുള്ളിൽ. അപ്പോൾ എൽദോയുടെ ആദ്യം ആൾക്കാരെന്താ പറഞ്ഞിരുന്നത്? അവിടെ പോകണ്ട, അവിടെ ബിസിനസ്സാണ് നടക്കണമെന്നല്ലേ. ആരാണ് നിങ്ങൾക്കറിയാമല്ലോ. കുർബാനപ്പണം പോലും മേടിക്കണില്ല. പണ്ട് ഇപ്പോഴും മേടിക്കാനില്ല, പണ്ട് പോലെ ഇല്ല. അങ്ങനെ ഒരു കൗണ്ടർ നമുക്കില്ല. എല്ലാ തീർത്ഥാടനത്തിൽ ഇരുന്നാലും കാണുമല്ലോ അത്. സംഭാവന എഴുതിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴല്ല, പണ്ടേ ഇല്ല. സ്വസ്ത്രക്കാഴ്ച എടുക്കണില്ല. ഇത്രയും ആൾക്കാർ എല്ലാ ദിവസവും ഉണ്ടല്ലോ. ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്വസ്ത്രക്കാഴ്ചക്ക് എടുക്കാൻ പറ്റുമല്ലോ. എടുക്കാനാണ് അത് മെസ്സേജ് ഇല്ല, അതുകൊണ്ടാണ് മെസ്സേജ് ഇല്ല. ഞായറാഴ്ച തന്നെ 2 കുർബാനയുണ്ട്, 10,000 3000 പേരുടെ. അപ്പോഴേ സ്വസ്ത്രക്കാഴ്ച എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? കറണ്ട് ചാർജും ഇതിൻ്റെ മെയിൻ്റനൻസൊക്കെ നടക്കത്തില്ലേ? എന്തുമാത്രം വർക്ക് നടക്കണതാ. പക്ഷേ എടുക്കാൻ മെസ്സേജ് ഇല്ല. എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി പറയും യൂട്യൂബ് ചെയ്ത് കാശ് വാങ്ങിക്കണമെന്ന്. നിങ്ങൾ IT അറിയാവുന്നവർ യൂട്യൂബ് കമ്പനികൾ സെർച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് എത്രയോ ഇപ്പോൾ 7 ലക്ഷത്തോളം ആയാകുമ്പോൾ സബ്സ്ക്രിപ്ഷൻ. ഇന്ന് വരെ നയ പൈസ നമ്മൾ യൂട്യൂബിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. 2 പ്രാവശ്യം വൗച്ചർ വന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയും. എന്താ കാര്യം? ഞങ്ങൾക്കത് ബിസിനസ് അല്ല ഇത്. ഞങ്ങൾക്ക് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയാണ്, അറിഞ്ഞവരെ ആഴപ്പെടുത്താനുള്ള സുവിശേഷ പ്രവർത്തനമാണിത്. അതുകൊണ്ടാണ് നിങ്ങളോട് നിർബന്ധപൂർവ്വം മണ്ടേറ്ററി ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് പറയാൻ കാര്യം എന്താണ്? അപ്പോൾ ഞങ്ങൾ കാണിക്കുന്നവർ എന്താ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരിക്കലും ഈശോ ചെയ്തതാണ്. ഈശോ ഒരു ഫീഡ്ബാക്ക് എടുത്തില്ലേ? ഈശോ ചോദിച്ചത് എന്താണ്? ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ പല പറഞ്ഞു നീ പിശാചാണെന്ന്, പ്രേതമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലർ പറഞ്ഞ് ഇവിടെ നടക്കുന്നത് പൈശാചിക പ്രവർത്തനമാണെന്ന് പറഞ്ഞവരും വീഡിയോ ഇട്ടിട്ടില്ലേ? അപ്പോൾ അത് സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് ഇവിടെ വരാത്തവരും ഉടമ്പടി എടുക്കാത്തവർക്കും വ്യത്യസ്തങ്ങളായ കേട്ടുകേൾവികളുണ്ടാകും. പക്ഷേ അപ്പം നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരിക്കലും ഇവരെ നീരസത്തോടെ അവരോട് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്. അപ്പം നമ്മുടെ അരുവി ചേഞ്ച് ചെയ്യും, ലോകത്തിൻ്റെ അരുവിയായി പോകും. ദൈവാരുവി പ്രവർത്തിക്കത്തില്ല. നീരസത്തോടെ അതൊരിക്കലും, അല്ലെങ്കിൽ ദേഷ്യത്തോടെ. ഇപ്പോൾ ലോകത്തിൻ്റെ ആൾക്കാർ അവർക്കെതിരെ സംസാരിക്കുമ്പോൾ തന്തക്ക് വിളിക്കത്തില്ലേ? ഇതെല്ലാം സംഭവമാണ്, ഒന്ന് വിളിച്ചു നോക്കണം. പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ ദൈവപൈതലിൻ്റെതായിട്ടുള്ള ഒരു ആധ്യാത്മിക പക്വതയുണ്ട്. അതനുസരിച്ച് പക്ഷേ അതേസമയം തന്നെ നമുക്ക് സത്യത്തിൻ്റെ സുവിശേഷം പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇങ്ങനെ ട്രോള് കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ള അനുഭവം കൂട്ടിയൊന്നും പറയരുത്. അലങ്കാരികമായിട്ട് ആരെയും സൂചിപ്പിക്കാനോ ഒന്നും പറയരുത്. നിങ്ങൾ വാട്ട് യു ഫെൽറ്റ് ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് കേവലമായ അനുഭവം എന്താണ് ഉണ്ടായത്? വാട്ട് യു ഫെൽറ്റ്, നിങ്ങൾ എന്താണ് ഇതിനെ ഇവിടെ കണ്ടത്? അത് നിങ്ങൾ പറയണ പോലെ അല്ല. ഞാനിവിടെ പോകുന്നതാണ്, അവിടെ പോയി ഞാൻ ശുശ്രൂഷ പങ്കെടുക്കുന്നതാണ്, അവിടെ കണ്ട ഇതാണ് എൻ്റെ അനുഭവം, ഇതാണെന്ന് അത് നിങ്ങൾക്ക് പറയാനുള്ള ബാധ്യതയുണ്ട്. ആധ്യാത്മികമായ അവകാശവും കടമയും ഉണ്ട്. നിങ്ങളത് ചെയ്യണം. എന്താ കാര്യം? ഇപ്പോൾ എൽദോയോട് എന്താ പറഞ്ഞത്? അവിടെ പോകണ്ട. അയാളുടെ ആത്മഹത്യ ചെയ്യാൻ പോലെ കുടുംബത്തെ 4 കുഞ്ഞുങ്ങളും അപ്പനും അമ്മയുമാണ്. അയാളെ പറഞ്ഞത് ആ സാക്ഷ്യം പറഞ്ഞത് നോക്കണം. ആ സാക്ഷ്യം എന്തുകൊണ്ടാണ് പെട്ടെന്ന് 1 ലക്ഷം ആയതിൻ്റെ കാരണം എന്താ? അയാൾ സെലിബ്രിറ്റി ഒന്നുമല്ല, സാധാരണ മനുഷ്യനാണ്. പക്ഷേ എന്താണ് സാക്ഷ്യം പിടിക്കട്ടായി പോയതിൻ്റെ കാര്യം? അത്രയും ഇടിവെട്ട് സാക്ഷ്യമായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നാണ് അമ്മ ഇത് ജീവിതം ചേഞ്ച് ചെയ്യണത്. അപ്പോൾ ആ അനുഭവങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ സാക്ഷ്യങ്ങളെ എടുത്തിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളെ എടുത്തിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പോസിറ്റീവായിട്ടും ഇപ്പം നമുക്കറിയാമല്ലോ, എത്ര എതിർത്ത് നിൽക്കുന്നവരും നാളെ കാലങ്ങളിൽ അവർക്ക് ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അവരുടെ ജീവിത പങ്കാളിനെങ്കിലും പറഞ്ഞ് അമ്മ എടുത്ത് വിടുവരും. കാര്യം എന്താ കാര്യം? ഇത് 10,000 എല്ലാ ദിവസവും സത്യമായിട്ട് അനുഭവിക്കുന്നൊരു ഇടത്തിലേക്ക് എപ്പോഴും മനുഷ്യന് എന്താ ഓപ്ഷൻ? അവൻ എപ്പോഴായാലും വേദനിക്കുന്നവൻ വരും. ദൈവം അവരെ ആശ്വസിപ്പിക്കും. ഈ ശ്രീലോക കുളങ്ങളൊക്കെ എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ദൈവം സൃഷ്ടിക്കും. അത് മനുഷ്യൻ്റെ ആശ്വാസത്തിന് വേണ്ടി. പ്രത്യേകിച്ച് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു
അങ്ങനെ ഒരു ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നതല്ലേ ഉടമ്പടി ജീവിതം? ഉടമ്പടി ഒരു പ്രാർത്ഥനയല്ലല്ലോ. സുവിശേഷത്തിൻ്റെ ഒരു സാക്ഷി ജീവിതത്തിൽ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായി നിന്നുകൊണ്ട് നമ്മളെ സന്ധിക്കുന്ന അടയാളങ്ങൾ സാക്ഷ്യമായി അനുഭവിക്കുന്നത് സത്യത്തിൻ്റെ സുവിശേഷമാണ്. അത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സൗമ്യമായി. ആര് നെഗറ്റീവ് കമൻറ്റ് ഇട്ടാൽ നെഗറ്റീവ് വരുമ്പോൾ എന്താ പ്രശ്നം അറിയാവോ? ഒരു വേദനിച്ച് നിൽക്കുന്നവന് ഇവിടെ വന്ന് രക്ഷപ്പെടാനും ഈ ശുശ്രൂഷ പങ്കെടുക്കാനും അവൻ്റെ രക്ഷയുടെ വാതിലാണ് ഇതുപോലെ തിന്മയുടെ ശക്തികൾ അടച്ചു കളയണത്. അത് തുറക്കാനുള്ള ബാധ്യത ദൈവത്തെ അറിഞ്ഞവരെയും കൃപാസത്തെ അറിഞ്ഞവരെയും നിങ്ങൾക്കുണ്ട്. ഉണ്ടോ ഇല്ലേ? ഉണ്ട്. അപ്പോൾ നമ്മളത് ആ രീതിയിൽ ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ സത്യത്തിൻ്റെ സാക്ഷിയായിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ അതിന് താഴെ കമൻറ്റ് ചെയ്യാൻ നമ്മൾ ആധ്യാത്മിക കർത്താവിന് സുവിശേഷം അറിയാത്തവരെ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം പോലെയാണ് ആ കമൻറ്റുകൾ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിങ്ങളോട് ഈശോയുടെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. സെക്കൻഡ് അറിയിപ്പെന്ന് പറയണത്, എല്ലാ ദിവസവും നമുക്ക് ഉടമ്പടി ഉണ്ടായിരിക്കും ഇവിടെ. എല്ലാ ദിവസവും. ഇതൊക്കെ വെള്ളിയാഴ്ചയൊക്കെ മാത്രമേ ഉടമ്പടി ഇല്ലാതെ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നെ എപ്പോഴാണ്? ക്രിസ്മസിന് തീർച്ചയായിട്ടും. പെസഹ വ്യാഴാഴ്ച, കുർബാന തിരുനാൾ ദിവസം ഉണ്ടാകത്തില്ല. ഈ 3 ദിവസം മാത്രമേ ഉടമ്പടി ഇല്ലാണ്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉടമ്പടി ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് എടുക്കാൻ പറ്റും. എടുത്ത ഉടമ്പടി പുതുക്കാനും പറ്റും. പിന്നെ അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നവർ, ഇപ്പോൾ അച്ഛന്മാരൊക്കെ അവർ വന്ന് പറയുകയെ അച്ഛനെ കാണണമെന്ന് പറയും. ഇപ്പോൾ കാണുന്നതിനൊരു പ്രശ്നമില്ല. എമർജൻസി ആണെങ്കിലും കഴിയുമ്പോൾ നമുക്ക് ആയിരക്കണക്കിന് ആൾക്കാർ ഉടമ്പെടുക്കുന്നതാണ്. അപ്പോൾ ബന്ധവും സ്വന്തവും കൊണ്ട് ആരും അച്ഛനെ കണ്ടിട്ടൊരു പ്രയോജനമില്ല. നിങ്ങളുടെ വിഷയം സീരിയസ് ആയിരിക്കണം. വിഷയം സീരിയസ് ആണ്. അല്ലാതെ നമുക്ക് അച്ഛനോട് അടുപ്പമുണ്ട്, ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇവിടെ തന്നെ എന്തുമാത്രം ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇവിടെ. അവരാരും ഞാൻ കാണത്തില്ല. അവരോട് ഞാൻ പറഞ്ഞ ഒത്തിരി ഉടമ്പടി വരാൻ പറയും. അതിന് അവരുണ്ടാക്കിയ ചോറ് ഞാൻ അവിടെ പോയി തിന്നുമ്പോൾ അവർ സങ്കടമൊക്കെ പറയും. ഞാൻ ചേച്ചി അങ്ങനെ പറയണ സ്ഥലമല്ല ഇത്. എന്താണിത്? അമ്മയുടെ ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾ അതുപോലെ ജീവിച്ചിട്ട് അച്ഛനോട് സംസാരിക്കുക. സമയം തരും. ഓക്കെ, ഇതാണ് അവസ്ഥ. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി സത്യമാണെന്ന് എല്ലാവരേക്കാൾ എനിക്ക് നല്ല ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യസന്ധമായിട്ട് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത് ആ ജോലി കറക്റ്റായിട്ട് ദൈവത്തിന് വേണ്ടി ചെയ്ത് കഴിയുമ്പോൾ പിക്ചർ ദൈവം ഏറ്റെടുക്കും. വിഷയം ദൈവമാണ് ഏറ്റെടുക്കുന്നത്, അല്ല അച്ഛനല്ലേ ഏറ്റെടുക്കുന്നത്. ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരത്തില്ലേ? കൺഫ്യൂഷൻ വരുമ്പോൾ അച്ഛൻ ആ കൺഫ്യൂഷൻ മെസ്സേജ് എടുത്ത് കൊടുത്ത് കൺഫ്യൂഷൻ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും.